ഫസ്റ്റത്തെ ആട്ടോയില് ഇവര് ഞങ്ങളെ പറ്റിച്ച് ആനിമേറ്റഡ് മൂവീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. എന്തുകൊണ്ടാണ് കാര്യം? ആ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. ചുറ്റിക്കറങ്ങി അവിടെ തന്നെ എത്തി. ആട്ടോയില് ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. യെസ്, എന്തായിരുന്നു ആ എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് ഫസ്റ്റ് ആ ട്രോഫി ഫ്രണ്ടിൽ വന്ന് വാങ്ങിച്ചപ്പോ ഒരു ഇതായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരു വികാരല്ലേ? വിചാരിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങൾക്ക് തന്നെ ഫസ്റ്റ് കിട്ടുമെന്ന്. എന്ന് വെച്ചാൽ ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങള് ഒരു ആദ്യം ഫസ്റ്റത്തെ ആട്ടോയില് ഇവര് ഞങ്ങളെ പറ്റിച്ച്. അത് അടിപൊളിയായിട്ട് ഞങ്ങളെ ശരിക്കും പറ്റിച്ചു. ഞങ്ങൾക്ക് ഷാർലറ്റ് മാം ആയിരുന്നു, ഷാർലറ്റ് മാമും കുമുദ് സാറും കൂടിയിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയില്ല, തേർഡാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. ഭയങ്കര വിഷമിച്ച് പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും ഡൗണ്. അത് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് രണ്ടുപേരും അടിപൊളി അഭിനയിച്ചു. ഇങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ അഭിനയിക്കാൻ പറ്റണ ഫാക്കൽറ്റീനെയാണ് വെച്ചിരിക്കുന്നത്. ആ ഫസ്റ്റ് ട്രോഫി ഇവിടെ കൊണ്ടുവച്ചപ്പോ ഷാർലറ്റ് മാം പറഞ്ഞു ഇത് ഇവിടെ നിന്ന് പോവില്ല, ഇനി പോവരുത്, ഇവിടെ പോവരുതെന്ന് പറഞ്ഞു. ഞങ്ങൾ അത് ഏറ്റെടുത്ത് വിട്ടുകൊടുത്തില്ല. അത് അവിടെ ഇരിക്കണം. ആർട്ടോ എന്ന് പറഞ്ഞ തിങ്ങിന്റെ ഇന്റർ ബ്രാഞ്ച് ഒരു കോമ്പറ്റീഷൻ ആണ്. അതിൽ ഒരുപാട് സെലിബ്രേഷൻസും അതേപോലെ ഇവന്റ്സും അക്കാഡമിക്സും എല്ലാം കൂടെ മിക്സ് ആയി വരുന്ന ഒരു കോമ്പറ്റീഷൻ ആണ്. അപ്പം അതിൽ ഒരുപാട് സെലിബ്രേഷൻസ് വന്നില്ലേ, കോമ്പറ്റീഷൻ വന്നില്ലേ, അതിന്റെ ഒരു മെമ്മറബിൾ മൊമെന്റ്സ് പറയാമോ? ആർട്ടോയിൽ എന്റെ ഫേവറേറ്റ് ഓണം സെലിബ്രേഷൻ തന്നെയായിരുന്നു. അപ്പോ എല്ലാ ബ്രാഞ്ചസും പല പല ഐഡിയ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് വെറൈറ്റി പിടിക്കാൻ നോക്കി, ഞങ്ങൾ ചെയ്തു. ഒരു സെറ്റ്, ഞങ്ങളുടെ ക്ലാസ് റൂം മൊത്തം ഒരു സെറ്റ് ആക്കി. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങള് ക്ലാസ് റൂമില് ഞങ്ങൾ പാതാളം സെറ്റ് ചെയ്യുമ്പോ ഞങ്ങള് സ്റ്റിക്ക് ഡബിൾ സൈഡ് ടൈപ്പ് നല്ല സ്ട്രോങ് പശ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നെ. അപ്പൊ അത് തിരിച്ചു ഊരെടുത്തപ്പോ പോയി. അത് ഞങ്ങള് എത്ര ആയിരക്കണക്കിന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. പേപ്പർ ഫുള്ള് പേപ്പർ ഇത് മുട്ടിച്ച് വെക്കണായിരുന്നു. അതുപോലെ എന്നിട്ട് ക്ലാസ് ഫുള്ള് പെയിന്റ് അടിക്കേണ്ടി വന്നു. പിന്നെയും അത് ഒരു മെമ്മറബിൾ മൊമെന്റ്. പിന്നെ വേറെ പറഞ്ഞത് ഈ വെറൈറ്റി ഐഡിയ ഉണ്ടല്ലോ, ഈ വെറൈറ്റി ഐഡിയ ബാക്കി എല്ലാ ബ്രാഞ്ചും ചെയ്തു. എല്ലാരും അതേപോലെ തന്നെ ചെയ്തു. ഞങ്ങള് ഒരു ഡിഫറെന്റ് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ചിട്ട്, ഈ നമ്മള് സാധാരണ മാവേലി നമ്മുടെ അടുത്തേക്കാണല്ലോ വരാ, നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് ഒക്കെ ചിന്തിച്ച് മാവേലിയുടെ അടുത്തേക്ക് നമ്മ പോവാണ്, പാതാളത്തേക്ക്. അതാണ് തീം. പക്ഷെ വീഡിയോസ് ഒക്കെ വന്നപ്പോ എല്ലാരും അതന്നെ ചെയ്തിട്ടുള്ളത്. എനിക്ക് കണക്ഷൻസ് ഒന്നുമില്ല. ഞങ്ങളുടെ സെക്കൻഡ് ആർട്ടോ കോമ്പറ്റീഷൻ ആയിരുന്നു. മറ്റേ ഒരു ഇൻസ്റ്റാളേഷൻ ആയിരുന്നു. ഒരു 2 കൈയൊക്കെ വന്ന് ഇവിടെ ഫുൾ ഒരു ഇൻസ്റ്റാളേഷൻ ആയിരുന്നു. ആ സമയം കോമഡി ആയിരുന്നു. എന്റെ കാലൊക്കെ ഒടിഞ്ഞിരിക്കുക. പക്ഷെ എനിക്ക് ഇവിടുത്തെ സെലിബ്രേഷൻ മിസ് ആക്കണ്ടാത്തോണ്ട് ഞാൻ വന്നു, കാലെടുത്തിട്ടും വന്നു. എന്തുകൊണ്ടാണ് കാര്യം? ആ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. വേണ്ട. അപ്പം ഇല്ല, അന്ന് ജിനേഷ് സാറായിരുന്നു ഞങ്ങളുടെ ഫാക്കൽറ്റി. അപ്പൊ സാറൊക്കെ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് ഫുൾ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിങ്ങളുടെ തന്നെ മൈൻഡിലുള്ളത് പറയുമോ, നിങ്ങളുടെ ഐഡിയാസ് എടുക്കൂ. എന്നിട്ട് എല്ലാവരുടെയും ഇങ്ങനെ കുറെ ഗ്രൂപ്പ് ആക്കി. എന്നിട്ട് ആ ഗ്രൂപ്പത്തെ ഓരോ ഐഡിയാസ് എടുത്തു. എന്നിട്ട് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് പറഞ്ഞാൽ ചെയ്തത്. എന്നിട്ട് അതിന് ഞങ്ങൾ ഫസ്റ്റ് അടിച്ചു. ഞങ്ങൾ ഫസ്റ്റ്. അതെ, എന്തായാലും ഫസ്റ്റ് കിട്ടി. അങ്ങനെ അടിപൊളിയായിരുന്നു. ആർട്ടോയൊക്കെ ശരിക്കും അതെ, എല്ലാം അടിപൊളിയായിരുന്നു. ഓണം, പിന്നെ ഇന്റർ ബ്രാഞ്ച് എക്സാംസ്, പിന്നെ തിങ്ക്ടോബർ. അയ്യോ, പ്രൈസ് അടിച്ചു. നമുക്കാർക്കില്ല, എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. പിന്നെ എല്ലാം പോർട്ട്ഫോളിയോ ഉണ്ടാക്കാണ്ട്. അതെ, നമ്മളുടെ മെന്റർ ഭയങ്കര ഇതായിരുന്നു. മെന്റർ ലൈക് നമ്മളുടെ നല്ല പുഷിയും നമ്മളൊക്കെ ചെയ്യും ചെയ്യട്ടോ. എന്നിട്ട് ചെയ്തിട്ട് ലൈക് നമ്മളുടെ ക്ലാസ്സിലത്തെ കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ട് ക്യാഷ് പ്രൈസ് ഒക്കെ. അതെ, കുറെ പേർക്ക് കിട്ടി.
അടിപൊളിയായിരുന്നു. ആർട്ടോവയിൽ പിന്നെ ഉണ്ടായിരുന്നത് ഹാലോവീൻ ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഫുൾ ലൈക്ക് ഹാലോവീൻ സെലിബ്രേഷൻ ഒന്നും അങ്ങനെ സ്കൂളിലൊന്നും ഉണ്ടാവാറില്ലല്ലോ. ഇവിടെ വന്നപ്പോൾ ഹാലോവീൻ സെലിബ്രേഷൻ ഞങ്ങൾ ഇങ്ങനെ എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഓണം കഴിഞ്ഞു, അപ്പൊ അടുത്ത ഇനി എന്താ, ഓക്കെ ഹാലോവീന് അത് അടിപൊളിയായിരുന്നു. ലൈക്ക് അത് വെയിറ്റ് ചെയ്യുന്നു. എല്ലാരും ഓരോരുത്തരായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് വന്ന് അടിപൊളിയായിരുന്നു. അതിന്റെ വീഡിയോസും പിന്നെ അവിടെ റാം വാക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു അത്. പിന്നെ പിന്നെന്തായിരുന്നേ ഹാലോവീൻ പിന്നെ 100 രൂപയുടെ നോട്ടൊക്കെ റീഡിസൈൻ ചെയ്യാനുണ്ടായിരുന്നു. അതൊരു വെറൈറ്റി സംഭവം, നമുക്ക് തീരെ പ്രതീക്ഷിച്ചില്ല അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഇതൊക്കെ പിന്നെ ചെയ്യുമ്പോ ഞങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് റെക്കോർഡ് ചെയ്ത് അത് റീലാക്കിയിട്ടൊന്ന് ഇടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ എടുക്കാനും രസാ. ഞാനായിരുന്നു കുറച്ച് എടുക്കണ്ടായിരുന്നത്. അതെ, അപ്പൊ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതൊരു കഷ്ടപ്പാടാണ്. അതെ, അത് എത്തിച്ചു. പിന്നെ ഇതുണ്ടായിരുന്നു ഷോപ്പിംഗ് ഒക്കെ. ഇതിന്റെ സാധനങ്ങളൊക്കെ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ തന്നെ പോയി വാങ്ങുക. നമ്മളിങ്ങനെ ലിസ്റ്റ് എടുക്കും, എന്നിട്ട് നമ്മൾ പോയി മെറ്റീരിയൽസ് വാങ്ങും. അതൊക്കെ അടിപൊളിയായിരുന്നു. ഇവിടെ തന്നെ പോയി ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ പോയി. അതെ, ഞാനൊന്നും ഇന്നേ വരെ മെറ്റീരിയൽസ് ഒന്നും വാങ്ങാനേ പോയിട്ടില്ല. ഞാൻ ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് നമ്മുടെ ഇങ്ങനെ വിളിച്ച് പറയും, ഇത് വേണം ഇത് വേണം. ഞാൻ അവിടെ പോയി ഇങ്ങനെ ഈ സാധനം വേണം, ആ സാധനം വേണം, നമ്മൾ തന്നെ പോയി വാങ്ങുക. അപ്പോൾ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മള് തിങ്ങിന്റെ സെലിബ്രേഷൻസ് കഴിഞ്ഞ് എക്സാംസിലോട്ട് വന്നു. എക്സാംസിലോട്ട് വന്നിട്ട് എങ്ങനെയായിരുന്നു ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷൻസ്? ലാസ്റ്റ് മന്ത് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഫുള്ളി ഫോക്കസ്ഡ് ആയിരുന്നു. അപ്പോ ഞങ്ങൾക്കൊരു ഒരാഴ്ചയിൽ ഒരു 3 or 4 മോഡൽ എക്സാംസ് ഉണ്ടാവും. അപ്പൊ എക്സാംസ് എഴുതി എക്സാമിനോടുള്ള പേടിയൊക്കെ പോയി. മീൻസ് എക്സാം കൂളായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റി. എന്നും വരും, എഴുതും. എക്സാമിന്റെ ഒരു എന്താ പറയാ, എക്സാം ആണെന്ന് തോന്നുന്നില്ല. അതെ, സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇരുന്നു റാങ്ക് ലിസ്റ്റിലോട്ട് വരും, അയ്യോ എന്റെ പേര് വന്നില്ല. ഫസ്റ്റ് പേജിൽ വരണം. എനിക്കൊക്കെ വന്നിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. ലാസ്റ്റ് ആയപ്പോഴാണ് യൂസിൽ പ്രതീക്ഷിക്കാണ്ട് 1 and 2 ഒക്കെ വന്ന്. എങ്ങനെയാണോ അപ്പളെ ഓർപ്പിച്ച് കിട്ടുന്നത്. എനിക്ക് റാങ്ക് ലിസ്റ്റിലൊക്കെ ഇങ്ങനെ വരും, ഇങ്ങനെ ഫസ്റ്റ് പേജിൽ തന്നെ ഇങ്ങനെ വരുമ്പോ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യണം എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മളതിന് ആദ്യമൊക്കെ അങ്ങനെ അതിൽ പറഞ്ഞ പോലെ തന്നെ എക്സാമിൻ്റെ അടുത്ത് ആ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ പോയി, അങ്ങനെ കൂളായി. എക്സാം അല്ലേ, എല്ലാ ദിവസവും ഇപ്പൊ അതിനുള്ള എഴുതണേ, അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നിഫ്റ്റിന്റെ ഒക്കെ മോഡൽ എക്സാം എന്നൊക്കെ പറഞ്ഞാൽ 5 മണിക്കൂറൊക്കെ ആയിരിക്കും. സാധാ ലൈക്ക് ശരിക്കത്തെ എക്സാം പോലെ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ 3 hour ഇത് ഡ്രോയിങ്ങും പിന്നെ ഗാറ്റും ഉണ്ടാവും. അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ശരി, ഓക്കെ, പഠിക്കാൻ തുടങ്ങണം. എല്ലാവർക്കും നല്ല മാർക്കൊക്കെ വരുമ്പോൾ ശരി, പഠിക്കണം. പിന്നെ അതൊക്കെ ചെയ്യണത് കറക്റ്റ് ഒരേപോലെയാണ്. ഇത് വീട്ടിലിരുന്ന് ചെയ്യുമ്പോ എല്ലാരും പറയും വീട്ടില് വെറുതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ചെയ്താൽ മതിയെന്ന്. പക്ഷെ അതാവുമ്പോ നമ്മൾ തന്നെ സ്വന്തം ടൈമിൽ ചെയ്യുമ്പോ ആ ടൈം ലിമിറ്റിനുള്ളിൽ ചെയ്യണ ആ ഒരു സംഭവം വരില്ല. ഇവിടെ ആകുമ്പോ എല്ലാ കുട്ടികളും ഇരുന്ന് ചെയ്യണ കാണുമ്പോ നമുക്ക് ആ എക്സാമിന്റെ ഫീൽ വരും. അപ്പൊ നമ്മൾ ഈ ടൈമിന്റെ ഉള്ളിൽ തന്നെ എന്ത് തീർക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതും. ഫസ്റ്റ് ഒക്കെ നമ്മള് വേണ്ട പിന്നെ ചെയ്യാം. പിന്നെയുള്ള എക്സാമിന് ഈ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് വിചാരിക്കും നമ്മളെ പേര് അവിടെ വരണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാര്യമായിട്ട് എക്സാം ഫോക്കസ് ചെയ്ത് എഴുതും. ചിലവര് എഴുതാത്തവരും ഉണ്ട്, കൂട്ടത്തിലുണ്ട്. പേര് പറയില്ല. ലാസ്റ്റ് ആയപ്പോ മറ്റേ ലാസ്റ്റില് പിന്നെ നിഫ്റ്റിന്റെ ഒക്കെ സിറ്റുവേഷൻ ടെസ്റ്റും പിന്നെ NIDയുടെ സ്റ്റുഡിയോ ടെസ്റ്റിന്റെ ഒക്കെ ക്ലാസ്സസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും 3D മോഡലും എല്ലാതും കൈവച്ച് വർക്ക് ചെയ്ത് ചെയ്യണം. വർക്കിൽ മാത്രമല്ല, അതൊക്കെ ആകുമ്പോ എല്ലാവരും ശരിക്കും പഠിക്കാൻ തുടങ്ങി. മറ്റേത് സീരിയസ് ആയി ലാസ്റ്റ് ആകുമ്പോഴേക്കും എല്ലാവരും. അങ്ങനെ നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്തു. എക്സാം അറ്റൻഡ് ചെയ്തപ്പോ എന്തായിരുന്നു എക്സാം എക്സ്പീരിയൻസ് നിങ്ങളുടെ? നിഫ്റ്റിന്റെ എക്സ്പീരിയൻസ് സത്യം പറയുന്നത് കുറച്ച് ടെറിബിൾ ആയിരുന്നു. കാരണം ഞങ്ങളവിടെ പോയിട്ട് ഞങ്ങളോട് എത്ര 2 അഡ്മിറ്റ് കാർഡ് കൊണ്ടുവരാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം കൊണ്ടുപോകാനാ പറഞ്ഞത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അവര് പറഞ്ഞത് നമുക്ക് 2 വേണം. അപ്പൊ 2 അപ്പൊ ഒരു എക്സ്ട്രാ വേണല്ലോ. അപ്പൊ ഞങ്ങക്ക് ഫസ്റ്റ് ഗാറ്റ് പാർട്ട് കഴിഞ്ഞാൽ ഒരു 1 hour ബ്രേക്ക് ഉണ്ടാവും. അപ്പൊ ആ ബ്രേക്കിന് ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടി പോയിട്ട് എല്ലാവരുടെയും പ്രിന്റ് ഔട്ട് എടുത്ത് കൊണ്ടുവന്നു. അങ്ങനെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാറ്റ് പാട്ടായിരുന്നു. അത് നേരെ കൂളായിട്ട് എഴുതാൻ പറ്റി.
പ്രശ്നമൊന്നും ഉണ്ടായില്ല. 3 hours ആണ് നിഫ്റ്റിന്റെ കാൽപാട്ട് വരിക. നമുക്ക് 3 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് ഏകദേശം 1 hour വെച്ചിട്ടല്ലാതെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പൊ അതങ്ങനെ എളുപ്പമായിരുന്നു. ഫസ്റ്റ് ഫേസ് അങ്ങനെ കഴിഞ്ഞു. എന്റെയും സത്യം പറഞ്ഞ ഭയങ്കര ഹൊറിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസാ. എന്റെ നിഫ്റ്റ് എക്സാമിന് ഗാറ്റ് 2 hour എക്സാം ഞാൻ കോഴിക്കോടായിരുന്നു. അപ്പൊ അവിടെ പോയപ്പം എന്റെ PC ഓഫായി ഒരു 15 minutes. എന്നിട്ട് ഞാൻ ആകെപ്പാടെ 58 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തോളൂ 100 ക്വസ്റ്റ്യൻസിൽ. എന്നിട്ട് ഞാൻ റൂമിൽ വന്ന് ഫുൾ കരച്ചിലൊക്കെ അയ്യോ കിട്ടില്ല ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അപ്പൊ ചോദിക്കാൻ നിന്നില്ല. അതാണ് എന്റെ തെറ്റ്. അത് വേറെ ആരെങ്കിലും അങ്ങനെ ചോദിക്കണം കേട്ടോ. അപ്പം ഞാൻ ചോദിക്കാൻ നിന്നില്ല. എന്റെ ആ ഒരു പാനിക് അടിച്ചിട്ട് ഞാൻ വേണ്ട എന്ന് വെച്ചിട്ട് അപ്പൊ ഞാൻ ആകെപ്പാടെ 58 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തു. മാത്സിലൊന്നും ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പോൾ തോടെ ഓക്കെ ഗാറ്റ് പോയി, എല്ലാം പോയി എന്ന് വിചാരിച്ച് ഞാൻ ശരി. അതാണെങ്കിൽ നിഫ്റ്റ് ലാസ്റ്റ് എക്സാമാ. ഇനി UCDയും NIDയും ഓൾറെഡി ഞാൻ നിഫ്റ്റാണ് ഫോക്കസ് ചെയ്യുന്നത് വിചാരിച്ചിട്ട് അത് കളഞ്ഞു. അപ്പൊ ഇതിങ്ങനെയായി കളഞ്ഞു. അപ്പൊ അതങ്ങനെയായി. എന്നിട്ട് ആകെപ്പാട് സങ്കടപ്പെട്ടിട്ടായിരുന്നു ഇരുന്നത്. പക്ഷെ കാറ്റ് ഞാൻ എന്തോ ലൈക്ക് 3 hour എക്സാം ആയിരുന്നല്ലോ. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് 1 hour വെച്ചിട്ട് അത് ഞാൻ അത്യാവശ്യം നന്നായി ചെയ്തു. എൻ്റെ എസ്തെറ്റിക്സ് വെച്ചിട്ട് ഞാൻ അത്യാവശ്യം എനിക്ക് എസ്തെറ്റിക്സ് അത്യാവശ്യം നല്ലതാണ്. അപ്പം ഓക്കെ അങ്ങനെ കാറ്റ് അതെ സ്കോർ കയറി. പിന്നെ സിറ്റുവേഷൻ ടെസ്റ്റൊക്കെ പാസ്സായി നടന്നു. അത് കഴിഞ്ഞ് സിറ്റുവേഷൻ ടെസ്റ്റ് അത് ഇവിടെ വന്നിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്തു. ഇവിടെ 3D മോഡലൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ മോഡൽസ് ഇങ്ങനെ ഉണ്ടാക്കുക, ഇങ്ങനെ ഓരോരുത്തരുടെ ഐഡിയാസ് കാണുക. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ചെയ്തത് സ്പേസ് ഡിസൈനിങ്ങാണ്. സ്പേസ് ഡിസൈനിങ് നല്ലതായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈക്ക് മിനിമം 10 marks കിട്ടും എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ എന്തായാലും സ്കോർ ഹൈ ആവും. അപ്പം അങ്ങനെ നിഫ്റ്റിൽ ഇങ്ങനെയായിരുന്നു. നമുക്കെല്ലാവർക്കും ഫസ്റ്റ് എക്സാം NID ആയിരുന്നു. NIDയുടെ പ്രിലിംസ് ആയിരുന്നു. അപ്പോൾ NID നമ്മൾ ഇത്രയും എഴുതി പഠിച്ച ഒരു ഇതാണല്ലോ. അപ്പൊ അതുപോലത്തെ ഒരു സാധനം പ്രതീക്ഷിച്ചിട്ടാണ് പോയി എഴുതിയത്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ എഴുതിയതിന്റെ മുന്നത്തെ വർഷമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം ഫുൾ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് അതുപോലെ ആയിരുന്നു. ഇങ്ങനെ സ്റ്റോറി ബോർഡിങ്ങും സീക്വൻസും അങ്ങനത്തെ ഒരു സംഭവം പോസ്റ്റർ മേക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ഏകദേശം എല്ലാതും പ്രൊഡക്റ്റ് ഡിസൈനിന്റെ ബേസ്ഡ് ചെയ്തു. അപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു എനിക്ക് പ്രൊഡക്റ്റ് ഡിസൈൻ കുറച്ച് വീക്കാണ്. ഞാൻ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ നോക്കിയിരുന്നത്. പക്ഷെ UCD പഠിച്ച പോലെ തന്നെ ഞാൻ UCD എഴുതാൻ പോയപ്പോൾ കറക്റ്റ് ഒരു തിങ്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതാൻ പോയ പോലെ അത്രേ ഉള്ളൂ. ഞാൻ പോയി ഒരു ടെൻഷൻ ഉണ്ടായില്ല. എന്താ വെച്ചാൽ NID കയ്യിൽ നിന്ന് പോയി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇനിയിപ്പോൾ എന്തിനാ എഴുതണ എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പോയി എഴുതിയപ്പോൾ തിങ്കിന്റെ ഒരു സാധാരണ ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് പോലെ തന്നെ ഞാൻ പോയി എഴുതി വന്നു. സംഭവം അതിൽ കിട്ടി, അതിൽ സുഖമായി കിട്ടി. ടെൻഷൻ ഇല്ലാണ്ട് എഴുതിയപ്പോൾ ഫലം കിട്ടി. ഇങ്ങനെ പ്രതീക്ഷിച്ച് ഇത് കിട്ടണം എന്ന് വെച്ചിട്ട് അത് കിട്ടിയില്ല. സ്ട്രെസ് ചെയ്ത് പോയപ്പോൾ ശരിയായില്ല. ഇത് കൂളായി പോയി എഴുതിയപ്പോ ശരിയായി വന്നു. NIDയുടെ എങ്ങനെയായിരുന്നു? NIDയുടെ ലൈക്ക് ആദ്യം മോക്ക് ടെസ്റ്റ് ഒക്കെ വരുന്ന ടൈമില് ഞങ്ങൾക്ക് ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് ഏതോ ഒരു പ്രാവശ്യം മാത്രം 6 questions തന്നു. അപ്പൊ ഞങ്ങൾ എന്നിട്ട് എൻ്റെ അടുത്ത് പോയി പറഞ്ഞു ഇതെന്താ 6 questions ഇങ്ങനെയൊന്നും വരില്ല, ഞങ്ങൾക്ക് ഇത് വേണം, ഞങ്ങൾക്ക് ന്യൂമറിക്കൽ വേണം, GK വേണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. പോയപ്പോ 10 questions ഡ്രോയിങ്. ഫസ്റ്റ് ടൈം ഇത്ര ഡ്രോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇപ്പം നിങ്ങൾ എക്സാം ഒക്കെ എഴുതി നല്ലൊരു കോളേജിലേക്ക് അഡ്മിഷൻ ഒക്കെ കിട്ടിയിരിക്കുകയാണ്. ഇനി വരുന്ന ആസ്പിറൻസിന് എന്താണ് പറയാനുള്ളത്? ഡിസൈനിങ് ഫീൽഡിലേക്ക് ഇങ്ങനൊരാൾക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ലൈവ് സ്കെച്ചിങ്ങിന് പോകണം. പിന്നെ ഹ്യൂമൻ ഫിഗേഴ്സ് ട്രൈ ചെയ്യണം. പ്രൊഡക്റ്റ് ഡിസൈനിങ്. പിന്നെ അഥവാ സെൽഫ് സ്റ്റഡി ആണ് ചെയ്യണമെങ്കിൽ അതിലേക്ക് നല്ലോണം ഫോക്കസ്ഡ് ആയി ഇരിക്കാൻ പറ്റുന്ന അറിയെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു കോച്ചിങ് സെൻ്ററിലേക്ക് പോകണമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ലൈക്ക് മറ്റുള്ളവരുടെ ഐഡിയാസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഐഡിയാസ് നമുക്ക് കിട്ടണമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ലൈക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു ഇതിൻ്റെ ചുറ്റും ഉള്ള മാത്രമേ ഉണ്ടാവുള്ളൂ. ഗൈഡ് ചെയ്യാൻ ഒരാൾ ഉള്ളതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ തിങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. അതെനിക്ക് ലൈക്ക് ഞാൻ ഗ്യാരണ്ടിയാ, എനിക്കറിയാം എങ്ങനെയായിരിക്കും. സോ യാ ദാറ്റ്സ് ഇറ്റ്. ഫ്യൂച്ചർ ഡിസൈൻ ആസ്പിറൻസിനോട് എനിക്ക് പറയാനുള്ളത് ഞാനൊരു ഡിസൈനർ ആയിട്ടില്ല, എന്നാലും നമ്മുടെ ഇന്ത്യയിൽ NID, നിഫ്റ്റ് ആൻഡ് IIT ആണ് ടോപ്പ് കോളേജസ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ഓരോ കോളേജസിനും സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ട്. നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റും. പ്രൈവറ്റ് കോളേജസ് ഉണ്ട്, ബട്ട് അത്യാവശ്യം നല്ല കാശ് കൊടുക്കും. അപ്പോ നമ്മള് ഇതിനെ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ മാക്സിമം നോക്കണം. പിന്നെ ഒരു ടിപ്പ് ഇത് പറയുകയാണെങ്കിൽ നമ്മൾ എക്സാം എഴുതുമ്പോൾ
ഭയങ്കര ഫ്രീ ആയിട്ട് എഴുതണം, കൂളായിട്ട് ഇരിക്കുക. ഇത് അങ്ങനത്തെ ഒരു എക്സാം ആണ്. എത്രയും നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കണം അത്രയും ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഔട്ട്കം കിട്ടും. ഇപ്പം പറഞ്ഞ പോലെ ഞാനും അത് NID ഫോക്കസ് ചെയ്ത് നല്ല അതന്നെ കിട്ടണമെന്ന് ഫോക്കസ് ചെയ്തിരുന്ന് എഴുതുമ്പോൾ നമുക്കത് കിട്ടണമെന്നില്ല, നിർബന്ധമില്ല. നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ട് എഴുതാം. ഞാൻ UCD ഒക്കെ IITക്ക് എനിക്ക് പുച്ഛായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ആയിരുന്നല്ലോ നോക്കണ്ടായിരുന്നു. അപ്പോൾ IIT വേണ്ട, എനിക്ക് NID ഉണ്ട്. പക്ഷെ വന്നപ്പോൾ ലാസ്റ്റ് IIT തന്നെ എത്തി, ചുറ്റിക്കറങ്ങി അവിടെ തന്നെ എത്തി. അപ്പൊ നമ്മൾ ഭയങ്കര കൂളായി എഴുതിയ എക്സാമിന് തന്നെ ആയിരിക്കും നമുക്ക്. പക്ഷെ ഈ എഴുതാൻ പോകുമ്പോ ഇതിനാ കൂളായിട്ട് എഴുതുന്നു പറഞ്ഞാൽ അത് ആ കൂൾ പോയി. അപ്പൊ നമ്മ പിന്നെയും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതാൻ നോക്കണം. നമ്മൾ എല്ലാതും എന്താ സിമ്പിൾ ആയിട്ട് തന്നെ പോയി എഴുതാം. നമ്മുടെ ഡിസൈനിലൊരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ് ഡ്രോയിങ്. അപ്പോൾ നമ്മുടെ ഒരു ഐഡിയ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് മാത്രമാണ് ഡ്രോയിങ്. അല്ലാണ്ട് അതിന്റെ ഭംഗി കാര്യങ്ങളൊന്നും വിഷയമല്ല. ഡ്രോയിങ് ഒരു സ്കില്ലാണ്, അല്ലാതെ ടാലന്റ് അല്ല. അപ്പൊ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ഡിസൈനേഴ്സ് ആവാൻ പറ്റുന്നില്ല. അതൊരു സ്കില്ലാണ്. ജസ്റ്റ് ഈ നമുക്കുള്ള ഒരു ഐഡിയ മറ്റൊരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അതുള്ള അവിടെ. ഇപ്പൊ എക്സാമിലായാലും നമുക്ക് ഭയങ്കര ആർട്ടിസ്റ്റിക് സ്കിൽസ് ഒന്നും വേണ്ട, ജസ്റ്റ് ആ പറയുന്ന ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞങ്ങളെല്ലാരും വരയ്ക്കുന്നുണ്ടെങ്കിലും വരയ്ക്കാത്തവർക്കും കിട്ടിയിട്ടുണ്ട്. ഇവിടെ തിങ്കി തന്നെ വന്നിട്ട് അവര് ഡ്രാസ്റ്റിക്കലി ജസ്റ്റ് തീരെ വരയ്ക്കാത്ത കുട്ടികൾ വരെ തിങ്കി ജോയിൻ ചെയ്തിട്ട് ഈ ഒരു കൊല്ലം ഞങ്ങൾ വെറുതെ പ്രാക്ടീസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് വരയ്ക്കണവർ വരെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഡ്രോയിങ് ഒരു സ്കില്ലാണ്, ടാലന്റ് അല്ല. എല്ലാവർക്കും പഠിച്ചെടുത്ത് അടിപൊളി ഡിസൈനേഴ്സ് ഒക്കെ ആവാൻ പറ്റും. ലൈക്ക് ഇപ്പോ നമ്മളുടെ കൂടെ തന്നെ ഉള്ളവര് അവരുടെ ലൈക്ക് ഐഡിയാസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്തിരി ഓക്കെ ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നാവും. പിന്നെ നമുക്ക് നമ്മളുടെ ഒരു മെത്തേഡ് കിട്ടും. നമ്മൾക്ക് വേറെ കുറെ വർക്ക്സ് കണ്ടു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ലൈക്ക് എങ്ങനെയാ ചെയ്യണ്ടേ, ഇതൊക്കെ ആയിരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തായാലും നോക്കണം എല്ലാ എക്സാംസിലും. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വേറൊരു കാര്യം അടിയാനുള്ളത്, ഇപ്പൊ നമ്മള് വിഷ്വൽ ലൈബ്രറി ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്യണം ഡിസൈനേഴ്സ്. കാരണം നമുക്ക് അതുണ്ടെങ്കിലേ നമുക്ക് എന്താ പറയാ, നമ്മളൊരു ബുക്ക്, ഒരു എഞ്ചിനീയറിംഗ് ഒരു പഠിക്കുന്ന ഒരാളാണെങ്കിൽ അവര് ബുക്ക് പഠിച്ചു അത് വെച്ചിട്ടാണല്ലോ ഇൻഫോർമേഷൻ കിട്ടുക. ഇപ്പോൾ ഡിസൈനേഴ്സിന് എങ്ങനെയാന്ന് വെച്ചാൽ മാക്സിമം ഡിസൈൻസും ആർട്ട് റിലേറ്റഡ് സാധനങ്ങൾ കാണുമ്പോഴാണ് നമ്മുടെ ലൈഫ് ഇത് കൂടുന്നു, നോളജ് കൂടുന്നു. അപ്പൊ നമ്മള് സ്കെച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്ന കൂടെ തന്നെ നമ്മള് ഇങ്ങനത്തെയും പാരലായിട്ട് നോക്കിപ്പോണം. ഇത് ഞങ്ങക്ക് വിക്രം സാറ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു പുതിയൊരു ഒറിജിനൽ ഐഡിയ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ തലയിൽ വേറെ ഐഡിയാസ് വേണം. അപ്പൊ ഒരു ലൈബ്രറി ബിൽഡ് ചെയ്യാം. പറഞ്ഞ പോലെ വിക്രം സാറാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. അതെ. പിന്നെ ആനിമേറ്റഡ് മൂവീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. മൂവ്മെന്റ്സ് ഒക്കെ ലൈക്ക് ഒരു ഹ്യൂമൻ ഫിഗേഴ്സിന്റെ ഒക്കെ പഠിക്കണമെങ്കിൽ കൂടുതലും ആനിമേഷൻ കാണുക, പിന്നെ മൂവീസ് സീരീസോ അതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഇത്തിരി ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് പഠിച്ചതാ. ഇതിപ്പോ ഞാൻ ചിലപ്പോൾ വീട്ടിലാണ് ഇരുന്ന് പഠിക്കണമെങ്കിൽ എനിക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെ വേൾഡിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓക്കെ ഐഡിയാസ് കിട്ടും. നമ്മൾ പിന്നെ മാക്സിമം ടെക്നോളജി യൂസ് ചെയ്യാൻ നോക്കണം. നമ്മുടെ സോഷ്യൽ മീഡിയ, അതിൽ ഓരോ ചാനൽസ് ഉണ്ടാവും. അപ്പോൾ അല്ല വേൾഡ് വൈഡ് അല്ലാതെ നമ്മൾ സ്കിൽ എടുക്കണം. അപ്പൊ നമ്മൾ ഒരു ഏരിയ മാത്രം പോയത്. പിന്നെ ആഡ് ചെയ്യാനുള്ളത്, ഒരു പുതിയൊരു ഡിസൈനർ ആവണമെന്ന് വല്ലവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ചെയ്തിട്ട് 4 കൊല്ലം ചെയ്തിട്ട് വല്ല ഉപയോഗം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ഇത് ചെയ്തിട്ട് നമുക്ക് സാലറി കിട്ടോ, ഇത് വെറുതെ ഒരു ഡിഗ്രി 4 ഇയർ ഡിഗ്രി പാഷൻ എന്ന് പറഞ്ഞിട്ട് പോകും. ഇല്ല, IITയിലോ NIDയിലോ ഏത് കോളേജിൽ പഠിച്ചാലും അടിപൊളി പാക്കേജസ് ഒക്കെ കിട്ടും. നല്ല പ്ലേസ്മെന്റ് കിട്ടുന്ന ഫീൽഡാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന ഫീൽഡാണ്. അപ്പോ ടെൻഷൻ അടിക്കാണ്ട് ഇനിയിപ്പോ ഞാൻ പറഞ്ഞു വെച്ചിട്ട് കേറണ്ട, കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ ലോസ് ഒന്നും ചെയ്യരുത്. പക്ഷെ പേടിക്കണ്ട, കഴിവുണ്ടെങ്കിൽ കയറി പോവാം. ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണമെന്ന് പറ്റുന്നെങ്കിൽ നിങ്ങൾ ചെയ്യാം. പിന്നെ വേറെ കൂടെ ലൈക്ക് ഡ്രോയിങ് മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഗാറ്റ് നന്നായി നോക്കണം. GK, മാത്സും ഇംഗ്ലീഷും. ഇപ്പൊ നിഫ്റ്റിനാണ്, അതെ, ആപ്റ്റിറ്റ്യൂഡ് അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ലൈക്ക് 100 ക്വസ്റ്റ്യൻസ് നിഫ്റ്റിൽ തന്നെ വരുന്നുണ്ട്. NID പിന്നെ നമുക്ക് അറിയില്ല, അവർ എങ്ങനെ വേണമെങ്കിലും ഇടാം. അപ്പൊ എന്ത് വേണമെങ്കിലും അവർക്ക് തോന്നണ പോലെ ഇടാം. അപ്പം ഗാറ്റ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കണം. ലൈക്ക് ബേസിക് മാത്സ് മതി, പക്ഷെ അത് പഠിക്കണം. അതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്തിരിക്കുകയാണ്. ഫ്യൂച്ചർ ആസ്പിറൻസിന് അതുകൊണ്ട് ബെനിഫിറ്റ് ആവട്ടെ എന്ന് പറയുന്നു. അതേപോലെ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഓൾ ദി ബെസ്റ്റ്.
യു. താങ്ക് യു. All the best.